പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ പഞ്ചതന്ത്രത്തിലെ 19ാമത്തെ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു കുരുവിയും ഒരു കുരങ്ങനുമാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഒരു വനപ്രദേശത്ത് ഒരു മരത്തിന്മേൽ ഒരു ആൺകുരുവിയും ഒരു പെൺകുരുവിയും കൂടുകെട്ടി താമസിച്ചിരുന്നു. സുഖമായിരുന്നു, സംരക്ഷണമുണ്ട്, സന്തോഷത്തോടുകൂടി അവർ കഴിഞ്ഞുകൂടുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴക്കാലം വന്നു. മഴയത്ത് ആ പ്രദേശത്തുള്ള ഒരു കുരങ്ങൻ തണുത്തു വിറച്ച് മഴയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും സ്ഥലം കിട്ടുമോ എന്ന് അന്വേഷിച്ച് ആ മരത്തിന്റെ ചുവട്ടിൽ വന്നു ചേർന്നു. ഇത് കണ്ട് പെൺകുരുവി അവൾക്ക് ഈ കുരങ്ങനോട് ഒരു ജാതി പരിഹാസം തോന്നി. അവൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, കുരങ്ങച്ച, നിനക്ക് കൈയും കാലും ഒക്കെ ഇല്ലേ? നിനക്ക് ഒരു വീടുണ്ടാക്കി താമസിച്ചുകൂടെ? എൻ്റെ ചേട്ടനെ കണ്ടോ, ഞങ്ങൾക്ക് വീട് ഉണ്ട്, ഞങ്ങൾ മഴ ഉണ്ടോ കാറ്റ് കൊണ്ടോ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെയുള്ള ആണുങ്ങളെ അങ്ങനെ കണ്ടുപിടിക്കണം, അല്ലാണ്ട് നിന്നെ പോലെ ഇങ്ങനെ കഴിവിട്ടിങ്ങനെ നടക്കുകയല്ല വേണ്ടത്. തണുത്ത് വരച്ചിരിക്കുന്ന കുരങ്ങനോട് ഇത് പറഞ്ഞപ്പോൾ അവന് ദേഷ്യം സഹിക്കാതെ കുരുവിയുടെ കൂട് വലിച്ചു പറിച്ച് നിലത്തടിച്ച് തകർത്ത് കളഞ്ഞു, കഷ്ണമാക്കി കളഞ്ഞു. ലവനകൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മൂർഖന്മാരെ ഉപദേശിക്കരുത്, അത് അവന് തന്നെ ദോഷം വരുള്ളൂ. മൂഢന്മാർക്കും വീണ്ടുവിചാരമില്ലാത്തവർക്കും ഉപദേശം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ കാര്യമില്ല. അത് തന്നെ പാണ്ഡിത്യമാണെങ്കിലും അറിവാണെങ്കിലും സജ്ജനങ്ങൾക്ക് ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. പാപബുദ്ധിയായ പുത്രന്റെ പ്രവൃത്തി മൂലം അച്ഛൻ വെന്തുമരിച്ച കഥ കേട്ടിട്ടില്ലേ? കരടകന്റെ ആവശ്യപ്രകാരം ദമനകൻ ഒരു കഥ പറഞ്ഞു, അതാണ് പാപബുദ്ധി ആയ പുത്രൻ. അപ്പോൾ നമ്മൾ അടുത്ത കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കഥ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ ഓഫ് യു.